കാഞ്ഞിരപ്പള്ളി രൂപത തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. മദ്യപാനം മൂലം തകരുന്ന കുടുംബങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാരിന്റേതെന്നും വിമർശനം. സർക്കാർ നീക്കം അപകടകരവും പ്രതിഷേധാർഹവുമാണെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. മദ്യപാനം മൂലം തകരുന്ന കുടുംബങ്ങളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. മദ്യവിപത്തിൽ തോരാത്ത കണ്ണുനീരിൽ തീർന്നു പോകുന്ന കുടുംബങ്ങൾ, അനാഥമാകുന്ന കുടുംബങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന വിധമുള്ള സർക്കാരിൻ്റെ നയങ്ങൾ തികച്ചും അപകടകരങ്ങളാണ്. അത് പ്രതിഷേധാർഹവുമാണ്. അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ട് അതിൽ നിന്നും മാറി നിൽക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥശൂന്യത വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടകരമായ നയങ്ങളിൽ നിന്നും സർക്കാർ വിട്ടുനിൽക്കണമെന്ന്, ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പിൻവലിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അഖിൽ കെ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, ഈ ബാറിന്റെ സമയമാറ്റത്തിൽ വലിയ പ്രതിഷേധം ക്രൈസ്തവ സഭകൾക്കുണ്ട്. അത് തുടക്കം തന്നെ അവർ രേഖപ്പെടുത്തിയതാണ്. ഇപ്പോൾ ആ പ്രതിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്നു. എങ്ങനെയായിരുന്നു ബിഷപ്പിന്റെ വാക്കുകൾ? ഒന്നിനു പുറകെ ഒന്നായി ഓരോ സഭകളായി ഇങ്ങനെ അവരുടെ പ്രതിഷേധം അത് പരസ്യമായി തന്നെ പറയുകയാണ് എന്നുള്ളതാണ്. ഓർത്തഡോക്സ് സഭയിൽ ആദ്യം തുടങ്ങി, പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപത വന്നു, ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളി രൂപത കൂടി അത്തരത്തിലൊരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് തന്നെ രൂക്ഷമായ വിമർശനം തന്നെയാണ്. അതായത് ഈ മദ്യപാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള വീട്ടുകളിൽ ആക്രമണങ്ങളൊക്കെ തന്നെ വർദ്ധിച്ചു വരികയാണ്. ആ സാഹചര്യത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പിന്തുണ നൽകുന്ന ഒരു പ്രവൃത്തിയാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഈ 2 മണിക്കൂർ സമയം കൂട്ടി നൽകുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഈ ബാർ സമയ മാറ്റങ്ങൾ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് എന്തായാലും കാഞ്ഞിരപ്പള്ളി രൂപത തന്നെ വരുന്നത്. എന്തായാലും സർക്കാരെ സംബന്ധിച്ചോളം വലിയ പ്രതിസന്ധിയായ പ്രശ്നമാണ്. കാരണം ഇത് പാപകരമാണ്, ഒപ്പം തന്നെ ഇത് അനുവദിക്കാൻ കഴിയില്ല, ഇതിൽ നിന്ന് പിൻവാങ്ങണം എന്നൊരു ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. എല്ലാ സഭകൾക്കും അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചിട്ടുള്ള സഭാ നേതൃത്വങ്ങളൊക്കെ തന്നെ സമാനമായ രീതിയിൽ, അതായത് ഇതിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് നിൽക്കുക ഈ സഭകൾക്ക് വലിയ പ്രതിഷേധം, അതായത് ഭിന്നശേഷി വിഷയമായ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതൊന്നും ഒരു വശത്ത് തീർത്തു വരുന്നതിനിടെ ഇപ്പോൾ വീണ്ടും ഈ ബാറിന്റെ സമയം മാറ്റുന്നു. അതിലും വലിയ പ്രതിഷേധം, വലിയ വിമർശനമാണ് എന്തായാലും സഭകളെല്ലാവരും ആവർത്തിച്ചല്ലെങ്കിൽ ഒരുപോലെ ഉണ്ടാകുന്നത്. സഭകളെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് പ്രതിഷേധങ്ങളടക്കം വരുന്ന ഉണ്ടാകുമെന്ന കാര്യവും പറയുന്നുണ്ട്. എന്നാലും ഇപ്പോൾ മറ്റ് സഭകളുടെ പിന്നാലെ കാഞ്ഞിരപ്പള്ളി രൂപത കൂടി സർക്കാരെ വിമർശിച്ചുകൊണ്ടും ഇതിൽ നിന്ന് പിന്മാറുമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാരിനെതിരെ വിമർശനവുമായി കൂടുതൽ സഭകൾ രംഗത്തേക്ക് എത്തുന്നു. അഖിൽ കെ ആണ് വിശദാംശങ്ങൾ നൽകിയത്.